എയിംസിനെ രാഷ്ട്രീയ വിഷയമാക്കി ചർച്ച ചെയ്ത ഇല്ലാതാക്കരുതെന്ന സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ. എയിംസ് പൊതുജനങ്ങൾക്കുള്ളതാണെന്നും സംസ്ഥാന സർക്കാർ എയിംസിനായുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപി മന്ത്രി എന്ന നിലയിൽ പൊതുജനങ്ങൾക്കായി ഇനി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ആരോഗ്യരംഗത്ത് മലബാറിന്റെ കുതിച്ചുചാട്ടമെന്ന സ്വപ്നത്തിന് വാതിലുകൾ തുറന്നിട്ട് കാത്തിരിക്കുകയാണ് കിനാലൂരിലെ ഭൂമി. എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ട സ്ഥലം കിനാലൂർ എസ്റ്റേറ്റിലെ KSIDCയുടെ കൈവശമുള്ള 150 ഏക്കറിനു പുറമെ കിനാലൂർ, കാന്തലാട് വില്ലേജുകളിലെ 193 കുടുംബങ്ങളിലെയും ഒരു ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഉൾപ്പെടെ 40.08 ഹെക്ടർ ഭൂമിയും സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഊർജിതമാകുമ്പോഴാണ് രാഷ്ട്രീയം വിഘാതമാവാനുള്ള സാധ്യത ഏറുന്നത്. കേന്ദ്രമന്ത്രിയായെത്തിയ സുരേഷ് ഗോപിയും കോഴിക്കോട് MP MK രാഘവനും തമ്മിലുള്ള വാക്കുപോരിന്റെ നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് പൊതുജനങ്ങളാകുമോ എന്ന ആശങ്കയാണ് പുതുതായി ഉടലെടുക്കുന്നത്. എയിംസ് കോഴിക്കോടിന് മാത്രം അവകാശപ്പെടാനുള്ള ഒന്നല്ലെന്നാണ് സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന. എൻ്റെ അവകാശം ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ ഇത്രയും ഭൂമി വേറെ എവിടെ കണ്ടെത്തുമെന്നാണ് MK രാഘവന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. പൊതുവിലുള്ള ഒരു ആവശ്യം കോഴിക്കോട് കിനാലൂരാണ്. എല്ലാവരുടെ ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ ദുരുദ്ദേശവുമില്ല. എനിക്കൊന്ന് മലബാറിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കിനാലൂരിൽ വരണം എന്നാണ് അഭിപ്രായമുള്ളത്. എയിംസിനെ രാഷ്ട്രീയ പ്രശ്നമായി കാണരുതെന്നും പൊതുജനാഭിലാഷത്തിന്റെ ഭാഗമായി കണ്ട് സുരേഷ് ഗോപി കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ പ്രയത്നിക്കുകയാണ് വേണ്ടതെന്നും CPIM ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ പറഞ്ഞു. അതുമായി സഹകരിക്കുകയും അതിന് ഏതെല്ലാം വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ഈ എയിംസ് ഈ നേരത്തെ ഉദ്ദേശിച്ചതുപോലെ ഇവിടെ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്ക് പിന്തുണ നൽകുക, ആവശ്യമായ സഹായവും സഹകരണവും നൽകുക. സഹകരിച്ച് മുന്നേറേണ്ട ആരോഗ്യരംഗത്തെ എയിംസ് എന്ന സ്വപ്നം രാഷ്ട്രീയ കളിയുടെ ഇരയായി മാറുമോ എന്ന ആശങ്കയാണ് പൊതുജനങ്ങളിൽ ഇത് ഉണ്ടാക്കുന്നത്. കോഴിക്കോടിന് എയിംസ് നഷ്ടപ്പെട്ടാൽ ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് കൂടിയായിരിക്കും അത് വിഘാതമായി മാറുക. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.